നമസ്കാരം. വളരെ യാദൃച്ഛികമായി എൻ്റെ ശ്രദ്ധയിൽ രണ്ട് വീഡിയോ ദൃശ്യങ്ങൾ പതിയുകയാണ്. രണ്ട് വീഡിയോ ദൃശ്യങ്ങളിലും എൻ്റെ ശ്രദ്ധ പതിഞ്ഞത് ഒരു വനിതാ SIയെ കുറിച്ചാണ്. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പി വിദ്യ എന്ന വനിതാ SIയെ. സത്യത്തിൽ ഈ വീഡിയോ പോലീസുകാർ തന്നെ റെക്കോർഡ് ചെയ്തതാണ്, പോലീസിൻ്റെ മാനം രക്ഷിക്കാൻ. അവർ ഫോക്കസ് ചെയ്തത് മുഴുവൻ ബഹളം വയ്ക്കുന്ന നാട്ടുകാരെയാണ്. നാട്ടുകാർ പോലീസിനോട് എത്ര മോശമായി പെരുമാറുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പോലീസ് തന്നെ റെക്കോർഡ് ചെയ്തതാണ് ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഈ വനിതാ SIയുടെ റോള് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ കണ്ടിടത്തോളം കേട്ടിടത്തോളം ആ വനിതാ SIയെ എത്രയും വേഗം പരിശീലനത്തിന് അയക്കണം. വെറും പരിശീലനത്തിന് അയച്ചാൽ പോരാ, കെട്ടിയിട്ട് പരിശീലിപ്പിക്കണം. അത്രമാത്രം മൊടയാണ് അവർ നാട്ടുകാരോട് കാട്ടുന്നത്. പോലീസ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഒരു പ്രശ്ന പരിഹാരത്തിനാണ്. എന്നാൽ ഈ വിദ്യ എന്ന വനിതാ SI പ്രശ്നം വഷളാക്കാനും പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങൾക്കെതിരെ നിലപാടെടുക്കാനും അമിതാവേശത്തോടു കൂടിയാണ്. അവരുടെ കയ്യടിയും പൊട്ടിച്ചിരിയും വെല്ലുവിളിയും ബഹളം വയ്ക്കലുമൊക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് ഒരിക്കലും ചേരുന്നതല്ല. അവർ പാഠം പഠിച്ചിട്ടില്ല എന്നതാണ് ഒരു ദിവസം രണ്ട് പ്രത്യേക സാഹചര്യത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ഈ വീഡിയോ തെളിയിക്കുന്നത്. അതുകൊണ്ടാണ് കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നത്, ഇവരെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി ട്രാഫിക് അടക്കമുള്ള ഡ്യൂട്ടിക്ക് വിടണം. മാത്രമല്ല, ഇവർക്ക് അതിശക്തമായ പരിശീലനം അത്യാവശ്യമാണ്. സംഭവത്തിലേക്ക് കിടക്കാം. നമ്മളിൽ പലരും വേണ്ടതുപോലെ മനസ്സിലാക്കാത്ത പ്രതിസന്ധിയിലൂടെയാണ് കേരളത്തിലെ കർഷക സമൂഹം കടന്നു പോകുന്നത്. മലയോര കർഷകരുടെ അവസ്ഥ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കൃഷി ചെയ്യാൻ കഴിയുന്ന സാഹചര്യമേ അല്ല. വന്യമൃഗങ്ങൾ അവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കപ്പയും ചേനയും ചേമ്പും ഒക്കെ മാന്തുന്ന പന്നികൾ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ പന്നികൾക്ക് ബുദ്ധി വയ്ക്കുകയും കൊലച്ചു നിൽക്കുന്ന വാഴ കുത്തിമറിച്ചിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്നു. ചക്ക പോലും വാഴാത്ത അവസ്ഥയിലാണ്. കാരണം പന്നികൾ വന്ന് ചക്ക പറിച്ച് തിന്നും, അല്ലെങ്കിൽ കുരങ്ങന്മാർ ചക്ക അടത്തി തിന്നും. ചക്കയും തേങ്ങയും പോലും വാഴാത്ത അവസ്ഥയിൽ, അതിദയനീയമായ അവസ്ഥയിൽ മലയോര കർഷകർ പതിയെ പതിയെ മലയിറങ്ങി നഗരങ്ങളിലേക്ക് മാറുകയാണ്. വനംവകുപ്പിന്റെ തലതിരിഞ്ഞ നിലപാട് കൂടിയാകുമ്പോൾ കർഷകന് മുമ്പിൽ വഴികളെല്ലാം അടയുന്നു. വന്യമൃഗങ്ങളുടെ ശല്യം ഇപ്പോഴും വേണ്ടതുപോലെ എത്താത്ത ഒരേ ഒരു ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴയിലും ചെങ്ങന്നൂർ ഭാഗത്തൊക്കെ ഇപ്പോൾ വന്യമൃഗങ്ങൾ എത്തുന്നു എന്ന റിപ്പോർട്ടുണ്ടെങ്കിലും ആലപ്പുഴയിലെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും വന്യമൃഗങ്ങളില്ല. കാരണം കാട് അവിടെ അടുത്തൊന്നുമില്ല. എന്നാൽ അവരുടെ അവസ്ഥയും അതിദയനീയമാണ് എന്ന് അവരെ അറിയാവുന്നവർ മനസ്സിലാക്കുന്നു. കൃഷി ചെയ്യാൻ ആളില്ലാത്തപ്പോൾ ചെയ്യുന്ന കൃഷിക്കാരെ സംരക്ഷിക്കാൻ സർക്കാർ ഒരു നിലപാടും എടുക്കാറില്ല. അവർ ചെയ്യുന്ന കൃഷിക്ക് മിനിമം വില ഉറപ്പാക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. കൃഷിയില്ലെങ്കിൽ ലോകത്തിന് മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്നും ഭക്ഷണമില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നും തിരിച്ചറിയാത്ത ഭരണകൂടങ്ങൾ കൃഷിക്കാരനോട് കാട്ടുന്ന അപമാനം അങ്ങേയറ്റം ഖേദകരമാണ്. ആകപ്പാട് ഇപ്പോഴും നെല്ല് അവശേഷിക്കുന്നത് കോട്ടയത്തിൻ്റെയും പത്തനംതിട്ടയുടെയും ചില ഭാഗങ്ങളിൽ മാത്രമാണ്. അവിടെ ഉണ്ടാക്കുന്ന നെല്ലിന് വിലയില്ല. ആ നെല്ല് മില്ലുകാർ വില കുറഞ്ഞു കൊണ്ടുപോകുന്നു. ഒടുവിൽ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക സഹായത്തോടെ സംസ്ഥാന സർക്കാർ നെല്ല് സംഭരണം പ്രഖ്യാപിക്കുന്നു. കർഷകൻ നെല്ല് കൊയ്യുമ്പോൾ ആ വിവരം കൃഷി ഓഫീസിനെ അറിയിക്കണം. കൃഷി ഓഫീസർമാർ മില്ലുകൾക്ക് കൊടുക്കുന്നു. മില്ലുടമകൾ ഇവിടെ വന്ന് നെല്ല് കൊണ്ടുപോകണം. എന്നാൽ പലപ്പോഴും ഈ മില്ലുടമകൾ പാവപ്പെട്ട കർഷകരെ വെള്ളം കുടിപ്പിക്കുകയാണ്. കിഴിവേ എന്ന പുതിയ ഒരു ആശയവുമായി അവർ രംഗത്ത് വന്നിരിക്കുന്നു. അതായത് 100 കിലോ നെല്ല് അളന്നെടുത്താൽ 20-22 കിലോ നെല്ല് കൂടുതൽ കൊടുക്കണമെന്നാണ് അവരുടെ വാദം. കാരണം 100 കിലോ നെല്ല് കൊണ്ടുപോയാൽ അതിൽ 68 കിലോ അരി സർക്കാരിനെ ഏൽപ്പിക്കേണ്ട ബാധ്യത മില്ലുകാർക്കുണ്ട്. പലപ്പോഴും 100 കിലോ നെല്ലിൽ നിന്നും 68 കിലോ അരി കിട്ടുന്നില്ല. ആ നഷ്ടം കർഷകന്റെ നെഞ്ചത്ത് വയ്ക്കാം എന്നതാണ് മില്ലുടമകളുടെ ഭാവം. ഈ കിഴിവിന്റെ പേരിലുള്ള തർക്കം പലപ്പോഴും നെല്ല് സംഭരണത്തെ തടസ്സപ്പെടുത്തുന്നു. ഓരോ പാടശേഖരത്തും കൊയ്ത്ത് ആരംഭിക്കുമ്പോൾ തന്നെ മില്ലുടമകളെ സർക്കാർ അലോട്ട് ചെയ്യുന്നെങ്കിലും അവർ ബോധപൂർവം വരാതിരിക്കും, വന്നാലും അളന്നെടുക്കാതിരിക്കും. അങ്ങനെ കർഷകരെ സമ്മർദ്ദത്തിലാഴ്ത്തി പരമാവധി കിഴിവ് വർദ്ധിപ്പിച്ചെടുക്കുകയാണ് ഇവരുടെ രീതി. ഇതിന് വിയോജിക്കുന്ന കർഷകരുടെ നെല്ല് കൊയ്തതിനു ശേഷം പാടത്ത് കിടന്നു പോകുന്ന സാഹചര്യമുണ്ടാവും. കോട്ടയം ജില്ലയിലെ കുമരകത്തോട് ചേർന്ന് രണ്ടിടത്ത്, അതായത് കുറിച്ചി പഞ്ചായത്തിലും തിരുവാർപ്പ് പഞ്ചായത്തിലും 2 പാടശേഖരങ്ങളിൽ കർഷകരിങ്ങനെ നെല്ല് കൊയ്യുന്നു. തിരുവാർപ്പിലെ മാട്ടകേട് പാടശേഖരത്തിലും കുറിച്ചിയിലെ മണ്ണങ്കര പാടശേഖരത്തിലുമാണിത്. മാട്ടകേട് 6 ലോഡ് നെല്ല് കൊണ്ടുപോയതിനു ശേഷമാണ് മില്ലുടമകൾ വിലപേശലുമായി രംഗത്ത് വന്നത്. 22 കിലോ കിഴിവ് വേണം എന്നായിരുന്നു അവരുടെ ആവശ്യം. മണ്ണാങ്കരയിൽ അവർ ചോദിച്ചത് 15 കിലോയും. ഇതേക്കുറിച്ചുള്ള തർക്കത്തെ തുടർന്ന് 3-4 ദിവസത്തേക്ക് നെല്ല് പാടത്ത് കിടന്നുപോയി. കർഷകൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നെല്ല് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനിടയിൽ വലിയ മഴയോ ഒക്കെ വന്നാൽ കർഷകന്റെ അവസ്ഥ ദയനീയമാണ്. പാവപ്പെട്ട മനുഷ്യരടക്കമുള്ളവർ നെല്ല് സംഭരണത്തിന് ചുമതലയുള്ള ജില്ലാ പാടി ഓഫീസിന് മുൻപിലെത്തുന്നു.
കോട്ടയം തിരുനക്കരയ്ക്ക് സമീപമാണ് പാടി ഓഫീസ്. ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് അവർ സമരം പ്രഖ്യാപിക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഉപരോധം അവർ നടത്തിയത്. വൈകുന്നേരം 5:30, 6 ജീവനക്കാർക്ക് വെളിയിൽ പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായതോടെ പോലീസ് എത്തുന്നു. പോലീസ് നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ അവർ ഞായറാഴ്ച ഇതിന് പരിഹാരമുണ്ടാവും എന്ന വാക്ക് കിട്ടിയതിനെ തുടർന്ന് ആളുകൾ മടങ്ങിപ്പോകുന്നു. പക്ഷെ ഞായറാഴ്ച ഒരു പരിഹാരം ഉണ്ടാക്കിയില്ല. തിങ്കളാഴ്ച വീണ്ടും കർഷകർ ഉപരോധിക്കാൻ എത്തുന്നു. ഉപരോധിക്കാൻ എത്തിയ ഏറെ വൈകാതെ തന്നെ കോട്ടയം വെസ്റ്റ് SI വിദ്യയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തുകയാണ്. പോലീസുകാർ കർഷകന്റെ ന്യായമായ ആവശ്യം മനസ്സിലാക്കാതെ അവരെ പ്രകോപിപ്പിക്കുകയും ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന പേരിൽ കർഷകർക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്യുന്നു. അവർക്ക് വിഷയം പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ പൊട്ടിത്തെറിക്കുകയാണ്. ആദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ വീഡിയോയാണ്. ഒരു പ്രശ്നം പരിഹരിക്കാനെത്തിയ പോലീസ് പ്രശ്നം വഷളാക്കുന്ന തരത്തിൽ വനിതാ SIയുടെ നേതൃത്വത്തിൽ കർഷകന്റെ മേൽ മെക്കിട്ട് കയറുകയും പ്രകോപിതരായ കർഷകൻ പോലീസിനോട് മെക്കിട്ട് കയറുകയും ചെയ്യുന്ന വീഡിയോ. ഇവിടെ ഞങ്ങൾ ഓഫീസോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ആരെയൊക്കെ ഫോൺ ചെയ്യുന്ന നോക്കിയുണ്ടാക്കും. ഇഷ്യൂ ഉണ്ടാക്കുക. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തിയത്? നിങ്ങൾ ആരെയാണ് അകത്താക്കുന്നത്? ആരെയാണ് ജയിലിൽ കൊണ്ടുവന്നത്? നാടിന് എത്രയോ ജയിലിൽ നിങ്ങൾ പറഞ്ഞാലല്ല വൈകുന്നേരം 6 മണിയോടെ വലിയ പോലീസ് സന്നാഹം അവിടെ എത്തുന്നു. 3 CIമാർ അടക്കമുള്ള പോലീസ് സന്നാഹം എത്തുന്നു. പോലീസ് ചർച്ച നടത്തുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തേക്ക് വന്നു. പാവപ്പെട്ട കർഷകനെ പ്രകോപിപ്പിച്ച് അവരുടെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇവിടെയും പ്രകോപനമുണ്ടാക്കുന്നതും കൈയടിക്കുന്നതും കർഷകനെ അപമാനിക്കുന്നതും ഈ വനിതാ SI തന്നെയാണ്. ജനത്തിന് വേണ്ടി സമരം ചെയ്യണം. സമരം ചെയ്യാൻ ഒരു ആഭ്യന്തരമന്ത്രിയെ കൂടെ 5 കൊല്ലം ചേർത്തവരാണ്. കൈ
വനിതാ SI എല്ലാം വഷളാക്കിയപ്പോൾ ഉത്തരവാദിത്വത്തോടെ CI പെരുമാറുന്നതും CI ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതും ഇതിന്റെ ക്ലൈമാക്സ് ആയി മാറുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് പോയാണ് നിങ്ങൾ എന്നെ ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ സമ്മതിക്കുക. നിങ്ങളുടെ അടുത്ത് മുമ്പേ വന്നത് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ DYSP മുമ്പേ വന്നിട്ട് പോയത്. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം മഫ്തിയിലായതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞോട്ടെ. അദ്ദേഹവും ഈ പറഞ്ഞ കാര്യം ബന്ധപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ADGP ഇന്റലിജൻസ് അടക്കമുള്ള ആളുകൾ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കാരണം ഇത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഈ പ്രദേശത്തുള്ളതെന്നുള്ള കാര്യം പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റേതായ രീതിയിൽ ഈ സമരത്തിന്റെ പ്രത്യേകതകളും ഈ സമരത്തിന്റെ ആവശ്യങ്ങളൊക്കെ ഞങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ പറഞ്ഞ കാര്യം ഞാൻ എന്റെ SP-യെയും കളക്ടറെയും ഈ പറഞ്ഞ കാര്യം അറിയിക്കാം. എന്ത് തീരുമാനമാവുമെന്നുള്ളൊരു ഇൻസ്പെക്ടർ ഈ വനിതാ SI തുടർച്ചയായി കർഷകനെ പ്രകോപിപ്പിച്ച് ഒരു മൂന്നാംകിട ഗുണ്ടയെ പോലെ പെരുമാറിയപ്പോൾ എത്ര വകതിരിവോടെയാണ് ആ CI പെരുമാറിയെന്നോർക്കണം. തീർച്ചയായും ആ CIയെ അഭിനന്ദിക്കേണ്ടതുണ്ട്. വാസ്തവത്തിൽ പോലീസ് എങ്ങനെ ആവരുത് എന്നതിന് തെളിവായി ആ വനിതാ SIയും പോലീസ് എങ്ങനെ ആവണം എന്നതിന് തെളിവായി ഈ CIയുടെയും ഇടപെടൽ ചരിത്രത്തിൽ ഇടം പിടിക്കേണ്ടതാണ്. പോലീസ് ട്രെയിനിങ് കോളേജുകളിൽ ഈ വീഡിയോ കാണിക്കുകയും എങ്ങനെ പെരുമാറരുത്, എങ്ങനെ പെരുമാറണം എന്നതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുകയും വേണം. എന്തായാലും പ്രശ്നം അവിടെ തീർന്നില്ല. കർഷകർ ധർണ തുടർന്നു. രാത്രിയോടുകൂടി കളക്ടർ ADM-നെ അയച്ചു. രാത്രി 9:30 ഉറപ്പ് നൽകി തിരിച്ചയച്ചു. പിറ്റേ ദിവസം രാവിലെ മില്ലുടമകളെയും സംഘടനാ പ്രതിനിധികളെയും ഒക്കെ ചേർത്ത് ചർച്ച നടത്തി പ്രശ്നപരിഹാരമുണ്ടാക്കി. 5 കിലോഗ്രാം കിഴിവിൽ മില്ലുടമകൾക്ക് നെല്ലെടുക്കേണ്ടി വന്നു. ആ സമരം ഒരു വിജയമാണ്. അങ്ങനെ കർഷകന്റെ ആവശ്യം നിറവേറ്റപ്പെട്ടു. പക്ഷെ അപ്പോഴും അവശേഷിക്കുന്നത് ഈ വനിതാ SIയുടെ ജനവിരുദ്ധമായ നിയമവിരുദ്ധമായ പെരുമാറ്റമാണ്. എത്രയും വേഗം പോലീസ് ഈ വനിതാ SIയെ ട്രെയിനിങ്ങിന് അയക്കണമെന്ന് അപേക്ഷിക്കുന്നു.